പ്രൈസ് ദി ലോർഡ്. സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 22-ാം വാക്യം. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. വിതയും കൊയ്ത്തും ചിന്തകൾ അവസാനിക്കുന്നില്ല. ആദ്യത്തെ ദിവസം നാം ചിന്തിച്ചു വിതയ്ക്കൊരു ലക്ഷ്യമുണ്ട്. രണ്ടാമതായി നാം ചിന്തിച്ചു വിതയ്ക്കും കൊയ്ത്തിനും ഒരു കാലമുണ്ട്. മൂന്നാമത്തെ ദിവസം നാം ചിന്തിച്ചു കൊയ്ത്തിനു മാത്രമായി ഒരു പ്രത്യേക കാലമുണ്ട്. നാലാമത്തെ ദിവസമായ ഇന്ന് നാം ചിന്തിക്കുകയാണ് വിതയ്ക്കും കൊയ്ത്തിൻ്റെയും സമയത്ത് ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം നമുക്ക് ആവശ്യമാണ്. വിതയ്ക്കു ശേഷം നാം വിശ്രമിക്കുന്ന സമയത്താണ് ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുവാനായിട്ട് ഇറങ്ങുന്നത്. അതെ, കൊയ്ത്തുകാലത്തിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു നല്ല പങ്കാളിയായിട്ട് ദൈവം മാറുന്ന ഒരനുഭവം നമുക്ക് കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധം നമുക്ക് സ്ഥാപിച്ചെങ്കിൽ മാത്രമേ നാം വിതയ്ക്കുന്ന അനുഭവങ്ങൾ 100, 60, 30 മേനിയായി ഏറ്റവും നന്മയുള്ള വിളവായിട്ട് അത് മാറുകയുള്ളൂ. ദൈവത്തിൻ്റെ പങ്കാളിത്തമില്ലാതെ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സാധ്യമാകുകയില്ല എന്ന് ഈ ഒരു വചനവേദ ഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാലവും സമയങ്ങളും ഒക്കെ അത് ദൈവത്തിൻ്റെ നിയന്ത്രണങ്ങളിൽ മാത്രം ഇരിക്കുന്ന കാര്യങ്ങളാണ്. മനുഷ്യർക്ക് അതിലൊന്നും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. ദൈവം അങ്ങനെയാണ് കാലങ്ങളെയും സമയങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങളെ തോൽപ്പിക്കുവാൻ വേണ്ടി മനുഷ്യൻ ഇന്ന് മുന്നമേ ഓടുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഫലമോ എവിടെയും നമുക്ക് നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള സത്യം കൂടി നാം മനസ്സിലാക്കി വയ്ക്കണം. അവനെ കൂടാതെ ഒരു അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. നമ്മുടെ അധ്വാനത്തിന് യഥാർത്ഥ മണവും ഗുണവും ഒക്കെ ലഭിക്കുന്നത് ദൈവം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. അധ്വാനിക്കുവാനായിട്ട് നാം തയ്യാറാണെങ്കിൽ ആ കൊയ്ത്തിന്, ആ വിളവെടുപ്പിന് ഒരു ഫലമുണ്ടാകുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ശുശ്രൂഷകളിലും പ്രാർത്ഥനകളോടും വിശ്വാസത്തോടും സമർപ്പണത്തോടും കൂടെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നാം നല്ല അളവിൽ വിതച്ചു കഴിഞ്ഞാൽ ആ സുവിശേഷത്തിൻ്റെ വയലുകളിൽ ഏറ്റവും നല്ല ഫലം കൊയ്തെടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയും. പുതിയ ദിനം അനുഗ്രഹത്തിൻ്റെ നല്ല ദിനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.